RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന റയൽ മഡ്രിഡിൽ നടന്നുകൊണ്ടിരിക്കുന്ന തല്ലുമാലയെ കുറിച്ചാണ്. എന്താണ് ഈ ക്ലബിന് സംഭവിച്ചത്? ഇപ്പോൾ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഫുട്ബോളിന്റെ ന്യൂസുകൾ നോക്കിക്കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ന്യൂസുകളോ അതേപോലെ കളിയെക്കുറിച്ചുള്ള ന്യൂസുകളൊന്നല്ല, ഗംഭീര അടിയുടെ ന്യൂസുകളാണ്. അതും എൽ ക്ലാസിക്കോ പടിവാതിലേക്ക് നിൽക്കുകയാണ്. എൽ ക്ലാസിക്കയെ കുറിച്ച് ചൂട് പിടിച്ച് ഫാൻസുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട സമയമാണ്. ബാഴ്സലോണയും റയൽ മഡ്രിഡിന്റെ ഫാൻസുകളും തമ്മിൽ ഫൈറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഈ സമയത്താണ് ഇന്നിപ്പോൾ ഈ വരുന്ന ഞായറാഴ്ച, ശരിക്കും പറഞ്ഞാൽ പുലർച്ചെ, തിങ്കളാഴ്ച പുലർച്ചെ 11-ാം തീയതി പുലർച്ചെ 12 മണിക്കാണ്, ഞായറാഴ്ച രാത്രി എന്ന് പറയാം, ശരിക്കും 10-ാം തീയതി എൽ ക്ലാസിക്കോ നടക്കാനിരിക്കുന്നതിന്റെ ഇടയിലാണ് ഇമാതിരി ന്യൂസുകളൊക്കെ റയൽ മഡ്രിഡിന്റെ വൃത്തങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പൊരിഞ്ഞട്ടിയെന്നാ പറയുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യം നമ്മുടെ റോഡ്രിഗർ കരറാസിനെ തല്ലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ന്യൂസുകൾ, അത് റൂമേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണെന്ന് വിചാരിച്ചു. പക്ഷേ അതിനുശേഷം ഷോമിനിയും വാൽവേർഡേക്ക് നല്ല പരിക്കുകൾ. അത് ട്രെയിനിങ് സെക്ഷനിൽ എന്തോ ഒരു ചെറിയ ടാക്കിൾ ചെയ്തതിന് എന്തോ ഒരു ഇഷ്യൂ ആണ്. അത് ഡ്രസ്സിംഗ് റൂമിലെത്തി ആ അടി വലിയ അടിയിലേക്ക് മാറി. അങ്ങനെ വാൽവേർഡേക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഇഞ്ചുറി ഒക്കെ ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ എന്താണ് പറഞ്ഞാൽ മറവി, ഇത് പെട്ടെന്ന് എന്താ പറയുക, അങ്ങനെ ഒരു സംഭവത്തിലേക്ക് കോൺഷ്യസ് ആയി എന്നുള്ള ന്യൂസുകളൊക്കെയാണ് വരുന്നത്. അങ്ങനെ ഇനി എൽ ക്ലാസിക്കോയ്ക്ക് ആരൊക്കെയാണ് ഉണ്ടാവുക സ്റ്റാർട്ടിംഗ് ലെവലിൽ? അതേപോലെ വാൽവേർഡേക്കും ഷോമിനിക്കും രണ്ടുപേരും കൂടിയിട്ട് 1 മില്യൺ അടുത്ത് ഫൈൻ ഇട്ടിട്ടുണ്ട് ക്ലബ്ബ്. അതേപോലെ ക്ലബ്ബ് അച്ചടക്ക നടപടികൾ കൊടുക്കാൻ ഇതായിട്ട് നിൽക്കുക എന്നുള്ള ന്യൂസുകളൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഇതിൽ നമ്മൾ ബാഴ്സലോണ ഫാനാണ്, ഇതിൽ സന്തോഷിക്കാനൊന്നുമില്ല. എന്താ പറഞ്ഞാൽ എല്ലാ ക്ലബ്ബുകൾക്കും വരുന്നൊരു കാര്യമാണ്. പക്ഷേ റയൽ മഡ്രിഡ് ഇതെങ്ങനെ സംഭവിച്ചു? റയൽ മഡ്രിഡ് പറയുന്ന ഒരു ക്ലബിന് ഇതിനേക്കാളും മികച്ച റൊണാൾഡോയും അതേപോലെ റാമോസും കരീം ബെൻസെമയും അതേപോലെ ഇഷ്ടംപോലെ ഫിഗോയും അതേപോലെ സിദാനും എല്ലാവരും ഇഷ്ടംപോലെ ലെജൻഡേഴ്സ് കളിച്ചൊരു ക്ലബ്ബാണ്. അതും താരനിബിഡമായിട്ട് തന്നെയാണ് എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക. അവരുടെ മിഡ്ഫീൽഡ് കഴിഞ്ഞ സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണല്ല, മോഡ്രിച്ചും ഇവരൊക്കെ ഉണ്ടായിരുന്ന സമയത്ത്, റാമോസും ഒക്കെ ഉണ്ടായിരുന്ന സമയത്തും അവർ താരനിബിഡമായി. പക്ഷേ അവരെയൊക്കെ ഒരു എന്താ പറയുക, ഒരു ടീമായിട്ട് കൊണ്ടുപോകാനും ഇഷ്ടംപോലെ ചാമ്പ്യൻസ് ലീഗിൽ ഈ 2000-ന് ശേഷം തന്നെ ഇഷ്ടംപോലെ ഹാട്രിക് ചാമ്പ്യൻസ് ലീഗ് അതിൻ്റെ കീഴിലടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ കഴിഞ്ഞ 2 സീസണുകളിൽ റയൽ മഡ്രിഡിന് എന്തൊക്കെയോ പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസണിൽ നോക്കിക്കഴിഞ്ഞാൽ 0 ട്രോഫിയാണ്. 0 ട്രോഫി എന്നല്ല, അവിടെ അച്ചടക്കത്തിന്റെ കാര്യത്തിൽ ഭയങ്കര മോശമാണ്. അവർ ഓരോ കളികൾ തോൽക്കുന്ന സമയത്ത്, അതേപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ സീസണിലെ ബാഴ്സയോട് 4 എൽ ക്ലാസിക്കോ തുടർച്ചയായിട്ട് പരാജയപ്പെട്ടാണ്. ഒരു ഫ്രണ്ട്ലി മാച്ച് അടക്കം 5 എൽ ക്ലാസിക്കോയിലെ പരാജയപ്പെട്ടത്. അപ്പോൾ അതിൽ ചില ഫൈനലുകളിലൊക്കെ അവർ കോച്ചുമാരുടെ അതേപോലെ തന്നെ ബാഴ്സയും റയലായിട്ടുള്ള ആ ഒരു പ്രശ്നങ്ങളും അതേപോലെ ഒരുപാട് ഇഷ്യൂ, അച്ചടക്ക നടപടികളൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളിലെ കൂടെയൊക്കെയാണ് ഈ 2 കൊല്ലം റയൽ മഡ്രിഡ് കടന്നുകൊണ്ടിരിക്കുക. 0 ട്രോഫിയാണ്. അതിലൊരുപാട് പുതിയ സൈനിങ്ങൾ വന്നു. എന്നിട്ടും ക്ലബ്ബിൽ പുതിയ 2 മാനേജർമാരെ കൊണ്ടുവന്നു. സാവിനെ കൊണ്ടുവന്നു. ഇപ്പോൾ പുതിയ കോച്ച് ചങ്ങനെ കൊണ്ടുവന്നിട്ട് മാറ്റങ്ങളൊന്നുമില്ല. പ്രശ്നങ്ങൾ രൂക്ഷമായിട്ട് വരുമെന്ന് അതിൻ്റെ ഇടയിൽ ന്യൂസ് കേൾക്കുന്നത് പറഞ്ഞാൽ, ഈ ഡ്രസ്സിംഗ് റൂമിലെ ഈ അസ്വാരസ്യങ്ങളും കാര്യങ്ങളൊക്കെ കോച്ചിലെത്തിക്കുന്ന വിനീഷ്യസ് ജൂനിയർ എന്നുള്ള റൂമേഴ്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും സംഭവിക്കാൻ പറ്റാത്തതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതെല്ലാം ഇപ്പോൾ റയൽ മഡ്രിഡിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണങ്ങൾ പറഞ്ഞ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ ഇനിയിപ്പോൾ എൽ ക്ലാസിക്കോയിൽ അവർക്ക് വിജയോ പരാജയമോ ഒക്കെ അത് മാറ്റി നിർത്തിയാലും, അവർ ഈ സീസൺ കഴിഞ്ഞ അടുത്ത സീസണിൽ പുതിയൊരു റയൽ മഡ്രിഡായിട്ട് പുതിയൊരു കോച്ചിൻ്റെ കീഴിലായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും ഈ കോച്ച് എത്ര കാലം ഇനി ടീമിലുണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഈ സീസണോടുകൂടി ചിലപ്പോൾ ആൾ പടിയിറങ്ങായിരിക്കും. അപ്പോൾ നമ്മളൊരു ബാഴ്സ ഫാൻസ് ആണ് ഉള്ള കാര്യമൊക്കെ ചെയ്യും. പക്ഷെ നമുക്കും ഉൾക്കൊള്ളാൻ പറ്റാത്തതിൻ്റെ അപ്പുറമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ബോക്സിംഗ് അതുപോലെ ഒരുപാട് ട്രോളുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രോളുകളൊന്നും എനിക്ക് അങ്ങനെ അതിന് പ്രോത്സാഹിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യങ്ങളില്ല. എന്താ പറഞ്ഞാൽ എല്ലാ ക്ലബിലും വരേണ്ട ഒരു കാര്യങ്ങളാണ്. പക്ഷെ അത് ഈ വേൾഡിലെ നമ്പർ 1 ക്ലബ് ഇപ്പോൾ ബാഴ്സലോണ, റയൽ മഡ്രിഡ്, ലിവർപൂൾ, ആഴ്സണൽ, ചെൽസി, ഇങ്ങനെ ഓരോ ലീഗുകളിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സിറ്റി ആയിക്കോട്ടെ, അങ്ങനെയുള്ള ക്ലബ്ബുകൾ, ബായൺ മ്യൂണിക്ക്, ഇങ്ങനെയുള്ള ക്ലബ്ബുകളിലൊക്കെ ഇങ്ങനെ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും മറ്റുള്ള ഫാൻസുകാർ നന്നായിട്ട് ആഘോഷിക്കുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ബാഴ്സലോണ, റയൽ മഡ്രിഡ് ആകുമ്പോൾ റയൽ മഡ്രിഡിൻ്റെ ആ ഈ ഒരു ടൈം, ഈ ടൈമും കടന്നു പോകുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഈ ഒരു ടൈമിൽ ബാഴ്സ ആരാധകർ ചിലപ്പോൾ ഒരുപാട് പേര് നന്നായിട്ട് ആഘോഷിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങളൊന്ന് ചിന്തിക്കണം, നമ്മൾക്കും ഇതേപോലൊരു അവസ്ഥയിലൂടെ ഇതുവരെ മുമ്പും പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഈ അട്ടിപ്പിട്ടിയും ഇങ്ങനെ ക്ലബിന്റെ ഈ 2 സീസണിൽ ട്രോഫി ഇല്ലാത്തൊരു സീസണൊക്കെ ആയിട്ട് പോയിട്ടുള്ള ചരിത്രം കുറവാണ്. പക്ഷെ റയൽ മഡ്രിഡിനെ പോലൊരു ക്ലബിന് അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത, അവരുടെ ഫാൻസിനും ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. അവരിപ്പോൾ ഫാൻസുകാരൊക്കെ അത് അംഗീകരിക്കണം, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് ഞങ്ങൾ തിരിച്ചു വരുന്നൊക്കെ പറയുന്നത്. പക്ഷെ ഇതിനിടയിലും എന്തൊക്കെയാണ് റയൽ മഡ്രിഡിൽ സംഭവിച്ചിരിക്കുന്നത്, ഇത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, എൻ്റെ ഒരു നിഗമനത്തിൽ മാനേജ്മെന്റ് തന്നെയാണ് ഇതിന്റെ പ്രസിഡന്റും അതേപോലെ തന്നെ മാനേജ്മെന്റ് തന്നെയാണ് ഇതിന്റെ മെയിൻ കാരണം. ഒന്നാമത്തെ കാർലോ ആഞ്ചലോട്ടിയുടെ ഈ ഒരു കരിയറിൽ തന്നെ, ആളുടെ കോച്ചിങ് കരിയറിൽ തന്നെ അവരുടെ അവസാന ഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രായം തളർത്തിയ പോരാളി ആയിക്കൊണ്ട് ആൾ ഒരുപാട് ചാമ്പ്യൻസ് ലീഗും
ഇഷ്ടംപോലെ ക്ലബ്ബുകൾക്ക് ഒരു ട്രോഫികളൊക്കെ വാരി കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഈ പല്ല് കുഞ്ഞ സിംഹങ്ങൾ എന്താ പറഞ്ഞാൽ ഒരു സമയമുണ്ട്. ആ സമയം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രായവും അതേപോലെ അവരുടെ ടാക്ടിക്സ് ഒന്നും വർക്ക് ആവാതിരിക്കും. അങ്ങനെ ഇപ്പോൾ ബ്രസീലിൽ പോയിട്ട് എനിക്ക് ഈ വേൾഡ് കപ്പോട് കൂടിയിട്ട് എന്തൊക്കെയാണ് അഞ്ചലോട്ടി ബ്രസീലിന് വേണ്ടി ചെയ്യാൻ പോകുന്ന ബ്രസീലിന്റെ ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ അഞ്ചലോട്ടി അവിടെ തുടരുമെന്നുള്ള കാര്യമൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു കോച്ച് പോയ സമയത്താണ് അങ്ങനെ ഈ ഒരു വിടവിലേക്ക് ആരാണ് പുതിയ കോച്ച് എന്ന് റയൽ മാഡ്രിഡ് അങ്ങനെ ഒരു പുതിയ കോച്ചിനെ കൊണ്ടുവരുന്നത്. പുതിയ കോച്ച് പറഞ്ഞാൽ ഒരുപാട് പരിചയസമ്പന്നതല്ലാതെ റയൽ മാഡ്രിഡിന്റെ ഒരു ലെജൻഡായ സാബി അലോൺസിയെ ക്ലബിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവരുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് കൊണ്ടുവരുന്നത്. എന്താ പറഞ്ഞാൽ ഇവിടെ ഒരു കുട്ടി താരങ്ങളെ അവരെ എങ്ങനെ കൺട്രോൾ ചെയ്തിട്ട് കളിപ്പിക്കണം എന്നറിയാതെ ഒരു ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു കോച്ചിനെ കൊണ്ടുവരുന്നത്. ആൾക്ക് എന്ന് പറഞ്ഞാൽ ബുണ്ടസ് ലീഗിൽ ഒരു ബുണ്ടസ് ലീഗ് എന്ന് പറഞ്ഞാൽ ആധിപത്യം എന്ന് പറഞ്ഞാൽ ബയൺ മ്യൂണിക്കിന്റെ ഇങ്ങനെ ആധിപത്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയി കുറേ സീസണിൽ ഇങ്ങനെ കപ്പ് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കണം അവർ. വേറെ ആർക്കും സെക്കൻഡ് പൊസിഷനിൽ ലെവർകൂസൻ വരും, അല്ലെങ്കിൽ ബൊറൂസിയ ഡോട്ട്മണ്ട് വരും, അങ്ങനെയൊക്കെയുള്ള ടീമുകളൊക്കെ വരലാണ് പതിവ്. അങ്ങനെയുള്ള ഒരു സീസണിൽ സാവി അലോൺസോ എന്നൊരു കോച്ച് വരുന്നു, ലെവർകൂസനെ ആ ഒരു ബുണ്ടസ് ലീഗിന്റെ ചാമ്പ്യന്മാരാക്കുകയാണ്. അവിടെ നിന്നാണ് എന്താ പറയുക ഈ സാബി അലോൺസോ റയൽ മാഡ്രിഡിലേക്കുള്ള ആ ഒരു വരവിന്റെ തുടക്കം എന്ന് പറയാം. അങ്ങനെ ലെജൻഡായ ഈ ചങ്ങായിനോട് ടീമിൽ കൊണ്ടുവരുന്നു. ടീമിൽ കൊണ്ടുവന്ന് കളിയൊക്കെ തുടർന്നു. ഒരു വിധം കളികളൊക്കെ ജയിച്ച് അങ്ങനെ ആൾക്ക് അടിപതറാൻ തുടങ്ങിയത് ഓൾറെഡി ഒരു എൽ ക്ലാസിക്കോയിൽ തോറ്റു നിൽക്കുന്ന സമയത്താണ് റയലിന്റെ കോച്ചായിട്ട് സാബി അലോൺസോ വരുന്നത്. ആ സമയത്ത് പിന്നെ തുടർച്ചയായിട്ട് 2-3 എൽ ക്ലാസിക്കോയിൽ പരാജയം. ഇതൊക്കെ എന്താ പറഞ്ഞാൽ സാധാ ലീഗ് കിട്ടാത്തതും ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താവുന്നൊന്നും വിഷയമല്ല. അവിടെ എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ആ ഒരു 2 ക്ലബിനും അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ്. അവർ ബാഴ്സയോട് തോൽക്കുന്നതും റയല് ബാഴ്സനെ തോൽപ്പിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ 2 ക്ലബിനും ഭയങ്കര അവർക്കൊരു ട്രോഫി ഇല്ലാത്ത. ഇപ്പോൾ ഈ ഒരു സീസണിൽ ഇപ്പോൾ ട്രോഫിയിലാണ് റയൽ മാഡ്രിഡ് വരുന്നത്. പക്ഷേ ഈ ഒരു എൽ ക്ലാസിക്കോ ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയിലാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഈ സാബി അലോൺസോ വന്ന സമയത്ത് ഈ ടീമിൽ 2 ചേരിതിരിവായിട്ടുള്ള റൂമേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഒരു കൺട്രോളിൽ കൊണ്ടുപോകാനും ഈ പ്ലെയേഴ്സിന്റെ കാര്യം, പ്ലെയേഴ്സിനെ ക്ലബിന്റെ മുകളിൽ ഒരു പ്ലെയേഴ്സ് വളർന്നു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ക്ലബിന് നിലനിൽപ്പില്ല എന്നുള്ള കാര്യം ഉണ്ട്. ഇത് ലൂയിസ് എൻട്രിക്ക് എന്ന് പറയുന്ന ഒരു കോച്ച് ഉണ്ടായിരുന്നു ബാഴ്സലോണയ്ക്ക്. ഇപ്പോൾ PSG ചാണക്യനായിട്ട് ആളവിടെ PSG സെക്കൻഡ് ചാമ്പ്യൻസ് ലീഗ് അടിക്കാൻ പോകാന്നുള്ള ഫൈനലിലേക്ക് എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഈ ചങ്ങായി ബാഴ്സലോണ 2015-16 സീസണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ട്രിപ്പിൾ നേടി. ബാഴ്സലോണയ്ക്ക് വേണ്ടി ചാമ്പ്യൻസ് ലീഗ്, ലാ ലീഗ്, കോപ്പ ഡെൽ റേയിൽ എല്ലാം നേടി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് അടുത്തൊരു സീസൺ കഴിഞ്ഞതും ചങ്ങായി ക്ലബ്ബ് വിടുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ ആളിനെക്കാളും ആ ഒരു ക്ലബിനെക്കാളും ഉയരത്തിലാണ് മെസ്സി, നെയ്മർ, സുവാരസ് എന്ന ത്രയത്തിന്റെ ആ ഒരു ഇത്. അവർ പറയുന്നതിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു ഇത് വന്നപ്പോൾ ആള് അവിടുന്ന് എന്താ പറയുക ക്ലബ്ബ് വിടുകയാണ്. അതിനുശേഷം ഒരുപാട് കോച്ചുമാർ വരുന്നുണ്ട് ബാഴ്സയ്ക്ക്. വലിയ മാറ്റം അവസാനം സാബി എത്തി. സാബിയിൽ നിന്നും മാറ്റങ്ങളൊന്നും എന്താ പറയുക ക്ലബിന്റെ ആ ഒരു എന്താ പറയുക മണി ഇതുണ്ടല്ലോ ഒരു ഫിനാൻഷ്യൽ പ്രോബ്ലങ്ങൾ, അതൊക്കെ മറികടന്നിട്ട് ക്ലബിനെ മുന്നോട്ട് പോകാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സമയത്താണ് അൻസിഫ്ലിക്ക് എന്ന കോച്ച് വരുന്നത്. കോച്ച് ഒരു ടീമിനെ വാർത്തെടുക്കുന്നു. അങ്ങനെ അതിന് ഉള്ളൊരു ഫില്ലർ, ഒരു തറയിട്ടത് സാവിയാണ്. അങ്ങനെ ആ ഒരു റയൽ മാഡ്രിഡ് അങ്ങനെ ഒരു സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെയുള്ള ഈ പൊട്ടിത്തെറികളും അങ്ങനെ ടീമിനുള്ള അസ്വാരസ്യങ്ങളും കുറേ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണം. അങ്ങനെ സാബിയായിട്ടുള്ള ആ ഒരു കോപ്പ ഡെൽ റേയിൽ ഫൈനലിൽ വിജയിച്ച സമയത്ത് സൂപ്പർ കപ്പിൽ ഈ സീസണിൽ സൂപ്പർ കപ്പിൽ വിജയിച്ചപ്പോൾ സാവിയുടെ അണ്ടറിലായിരുന്നു തോൽവി, ബാഴ്സലോണയുടെ ഏറ്റവും തോൽവി. ആ തോൽവിക്ക് ശേഷം ഹാർഡ് ഓഫ് ഓർണർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് സാബി പറഞ്ഞ സമയത്ത് എംബാപ്പെ എല്ലാവരും തിരിച്ചു വിളിക്കണം. അപ്പോൾ ആ ടീമിന് ചിലപ്പോൾ റയൽ മാഡ്രിഡിന്റെ തീരുമാനം ചിലപ്പോൾ ഹാർഡ് ഓഫ് ഓർണർ കൊടുക്കുന്നതായിരിക്കും. പക്ഷെ അവിടെയാണ് ഒരു കോച്ചും ആ ഒരു ക്ലബ്ബും ഒന്നും അല്ലാതാക്കി റയൽ മാഡ്രിഡിന്റെ ഒരു പ്ലെയറാണ് എംബാപ്പെ, ക്യാപ്റ്റൻ പോലും അല്ല, ഒരു പ്ലെയർ എല്ലാവരെയും വിളിക്കണം. അപ്പോൾ എല്ലാവരും അതിന്റെ പിന്നാലെ പോകണം. അപ്പോൾ കോച്ചിന് എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് അവിടെ ഉള്ളത്. അതോടുകൂടിയിട്ട് വീണ്ടും ആ ഒരു ക്ലബിന്റെ ഉള്ളിൽ പ്രശ്നങ്ങൾ തുടങ്ങി, ഡ്രസ്സിംഗ് റൂമിൽ പ്രശ്നങ്ങൾ തുടങ്ങി. അങ്ങനെ സാവിക്ക് പറ്റാതായിട്ട് സാവിയെ സാക്ക് ചെയ്യുന്നതിന് തുല്യമായിട്ട് സാവി അവിടെ നിന്ന് പടിയിറങ്ങണം. അതിനുശേഷമാണ് അർബല കൊണ്ടുവന്നിട്ട് സെക്കൻഡ് ഡിവിഷനെ സാവി ഒരു മെയിൻ ക്ലബിനെ ലെവർകൂസൻ എന്ന് പറയുന്ന ക്ലബിനെ ബുണ്ടസ് ലീഗ് അടുപ്പിച്ചു. അവിടെ നിന്ന് നല്ല ഇതിലൊക്കെ നിൽക്കുന്ന സമയത്താണ് ആൾ ഇവിടേക്ക് വരുന്നത്. ഇവിടെ ബി ടീമിനെ പരിശീലിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു റയൽ മാഡ്രിഡിന്റെ ഒരു ലെജൻഡായ ഒരു കോച്ചിനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ തുടക്കം വലിയ മോശമില്ലാത്ത രീതിയിലൊക്കെ വന്നു. പിന്നെയും അങ്ങനെ കാലിട്ടാൻ തുടങ്ങി. അങ്ങനെ ഈ സീസണും കപ്പില്ലാതെ അവസാനിക്കാൻ പോകുന്ന കണ്ടതോടുകൂടിയിട്ട് ടീമിൻ്റെ ഉള്ളിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ എൽ ക്ലാസിക്കോയിലാണ് എല്ലാവരും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് റയലിന് നല്ല ചാൻസ് ഉണ്ടായിരുന്നു ഈ ലാലിഗ് അടിക്കാനുണ്ട്. പക്ഷെ അവിടെ ഒന്നും കിട്ടാതെ ആകെ പണി പാളിയപ്പോൾ എന്തായാലും കൈവിട്ടു പോയി. ആ സമയത്താണ് ഇങ്ങനെ ഡ്രസ്സിംഗ് റൂമിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ ഇതിന് മെയിനായിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ചിലർ പറയും എംബാപ്പയാണ്. എംബാപ്പയ്ക്കെതിരെ 50 മില്യൺ ആൾക്കാരൊക്കെയാണ് കൊണ്ട് ഇത് വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ സീസണോട് കൂടിയിട്ട് ക്ലബ്ബ് വിൽക്കണം എന്ന് പറയുന്നത് എംബാപ്പെ. അപ്പോൾ അങ്ങനെ ഒരു ഇത് കേൾക്കുന്നുണ്ട്. പിന്നെ ബെല്ലിംഗ്ഹാമും എംബാപ്പയും തമ്മിൽ 2 ചേരികളാണ്. അവർ 2 ടീംമേറ്റ്സുകൾ ഒരു ടീമിൽ തന്നെ 2 ടീമായിട്ടാണ് നിൽക്കുന്നത്.
അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ മെയിൻ തുടക്കം എന്ന് പറഞ്ഞാൽ ഈ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്താണ്. അവർ ഉത്തരവാദിത്തമുള്ള അല്ലെങ്കിൽ ഒരു പക്വതയുള്ള ഒരു എന്താ പറയുക ഒരു കുറച്ചുകൂടെ ഇപ്പോൾ സിനദിൻ സിദാൻ, കാർലോ അഞ്ചലോട്ടി അങ്ങനെയുള്ള കുറച്ച് എന്താ പറയുക കോച്ചിനെ കണ്ട പേടിക്കുന്ന പിള്ളേരെ അങ്ങനെയുള്ള കോച്ചുമാരെ കൊണ്ടുവരുന്നത് തോന്നിയില്ല റയൽ മാഡ്രിഡിനെ പോലെ ക്ലബ്ബ്. എന്നാൽ റയൽ മാഡ്രിഡ് ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ കുറേ കോച്ചുകളെ കൊണ്ടുവന്നിട്ടൊക്കെ റയൽ മാഡ്രിഡിന് ഒന്നും സംഭവിച്ചിട്ടില്ല. അതിനുശേഷം സിനദിൻ സിദാനും കാർലോ അഞ്ചലോട്ടിയൊക്കെ വീണ്ടും റയൽ മാഡ്രിഡിലേക്ക് വരികയാണ്. അപ്പോൾ ഇതിനിടയിൽ കോപ്പ് വരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവസാനത്തെ റൂമർ വരുന്നത് നമ്മുടെ മൊറീനിയോ ആണ് വരുന്നത് പറയുന്നത് കേൾക്കുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? മൊറീനിയോ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ മാറ്റങ്ങൾ വരാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സിനാരിയോയിൽ പോയി കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ തനിക്ക്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം. എന്താണ് റയൽ മാഡ്രിഡിന് പറ്റിയത്? എന്താണ് റയൽ മാഡ്രിഡിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അതേപോലെ തന്നെ റയൽ മാഡ്രിഡിന്റെ ഈ ഒരു പതനത്തിന് കാരണം അവർ തിരിച്ചു വരും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഈ ഒരു പതനത്തിന് കാരണം ആരാണെന്ന് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും എൽ ക്ലാസിക്കോയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. അത് ക്യാമ്പ് നൗവിലാണ് ഈ വരുന്ന ഞായറാഴ്ച രാത്രി 12:30. ശരിക്കും തിങ്കളാഴ്ച പുലർച്ചെ 12:30 നടക്കാൻ പോകുന്നത് ഇന്ത്യ സമയത്ത്. അപ്പോൾ എന്തായാലും ഇത് എന്തൊക്കെ നടന്നാലും ആ ഗ്രൗണ്ടിൽ ഇറങ്ങുന്ന സമയത്ത് വീറും വാശിക്കും ഒരു കുറവുണ്ടാവില്ല. വാൽവേർഡ് ചിലപ്പോൾ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്നുള്ള റൂമേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഇനി സ്റ്റാർട്ടിംഗ് 11 വന്നാലും ഇനി നാളെയുള്ള പുതിയ അപ്ഡേറ്റുകൾ വന്നാലേ അറിയാൻ പറ്റുള്ളൂ ഈ അടിക്ക് എന്തൊക്കെയാണ് എഫക്റ്റുകൾ സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങൾ വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.